ഹായ്, ഇന്ന് ലെവിക്കുട്ടിന് ബ്രഞ്ചാണ് കേട്ടോ. നല്ല ചൂട് ഇടിയപ്പവും ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കിയുണ്ട്. സോസേജ് മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് സോസേജിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ചില സോസേജിനകത്ത് നല്ല ഉപ്പ് കാണും കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി. സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. സമയമില്ല, എന്നെ പോലെ ധൃതിയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക. അത് ചൂടാവാൻ നേരത്ത് പെട്ടെന്ന് തന്നെ സോസേജ് എടുത്തിടുക. അപ്പോൾ ദേ നമ്മുടെ ആളെത്തിയിട്ടുണ്ട്. കിച്ചണിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളിക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തന്നെ തുടർന്ന് അവനെ പരിശീലിപ്പിക്കാനാണ് എനിക്കും താല്പര്യം. അപ്പോൾ ദേ നമ്മൾ വറുത്ത് കോരി വെച്ച അതേ സോസേജിൻ്റെ പാനിലേക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ലെവിക്കുട്ടിനും കൂടെ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ അധികം മസാല ചേർക്കുന്നില്ല കേട്ടോ. കറി ലീവ്സ് മമ്മി കൊണ്ടുവന്നതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആയിപ്പോയി. അതിനുശേഷം കുറച്ച് കറി ലീവ്സ് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പിന്നെ ഒരു തക്കാളി, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ലെവിക്കുണ്ട് മസാലയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. മസാല ഇട്ട് ഫ്രൈ ചെയ്താലും അവൻ കഴിക്കും. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ച സോസേജും കൂടെ ആഡ് ചെയ്ത് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും അധികം ഈ കറി പോലെയുള്ള ഐറ്റംസ് ഇഷ്ടമില്ല. ഇങ്ങനെ കുറച്ച് വരട്ടിയ ടൈപ്പ് ആണെങ്കിൽ ഞങ്ങൾ ഒത്തിരി കഴിക്കും. ഇവൻ ലെവി ആണെന്നുണ്ടെങ്കിലും അത് പറക്കി പറക്കി കഴിക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതൽ വീഡിയോസ് ഞാൻ കഴിക്കുന്ന ഇടാത്തത് പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് ആ കഴിപ്പ് ഉണ്ടാവത്തില്ല. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ചെറിയ കോൾഡും കഫും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലെവിക്കുട്ടനാണ് എല്ലാവർക്കും നെബുലൈസേഷനൊക്കെ പിടിച്ച് സെറ്റാക്കി അവരെ വിടുന്നത്. പപ്പായും മമ്മിയും റൂബിയും സെയിനും കൂടെ നേരെ ഡെവനിലേക്ക് പോവാണ്, റെനിയുടെ ജോലി സ്ഥലത്തേക്ക്. അവിടെ 2-3 ദിവസം സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്രിസ്മസിന് മുമ്പേ. ഞങ്ങളാണെങ്കിലും ക്രിസ്മസിന് മുമ്പ് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സാനിക്കുട്ടനെയും ട്വിങ്കിളിനെയും വീട്ടിൽ. സാനിക്കുട്ടൻ്റെ ക്രിസ്മസ് തീമിലാണ് ഫുൾ വീട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറി ചെന്നപ്പോഴേ നമുക്ക് ആ ക്രിസ്മസിന്റെ മണം അടിച്ചു. ചെന്നിരുന്നപ്പോൾ തന്നെ ഓരോ ഗെയിമും പരിപാടികളെല്ലാം അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല അടിപൊളി ബീഫ് ഞെട്ടിക്കൽ ബിരിയാണി അക്കയുടെ വകയായിരുന്നു കേട്ടോ, KFC. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഈ ഒരു പ്ലാന് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പപ്പായും മമ്മിയും കൂടെ ജോയിൻ ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നല്ലോ റൂബിയുടെ വരവ്. അപ്പോൾ അവരെല്ലാവരും കൂടെ അങ്ങ് ഡെവനിലേക്ക് പോയി. അല്ലെങ്കിൽ ഈ ക്രിസ്മസ് കൂടലിന് അവരും ഉണ്ടായേനെ. അങ്ങനെ അവിടുന്ന് ക്രിസ്മസ് ഗിഫ്റ്റ്സ് എല്ലാം നേരത്തെ എല്ലാവർക്കും കൈമാറി ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ ആനിവേഴ്സറി ഓൾറെഡി അക്ക കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ ഫസ്റ്റ് കേക്ക് കട്ടിങ് നമ്മുടെ ഗ്രാൻഡ് സാനിക്കുട്ടിൻ്റെയും ട്വിങ്കിളിൻ്റെയും വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കേക്ക് കട്ടിങ്ങേ ആയിരുന്നു. അങ്ങനെ 11th വെഡിങ് ആനിവേഴ്സറി ദൈവകൃപയായി ഞങ്ങൾക്ക് ഫാമിലി ഒത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഇവിടുന്ന് ഞങ്ങൾ 3 പേരും ലണ്ടനിലേക്കും ഡാഡിയും മമ്മിയും ലെസ്റ്ററിൽ അക്കയുടെ വീട്ടിലേക്കുമാണ് പോയത്. ഈ പ്രാവശ്യത്തെ പപ്പായുടെ മമ്മിയുടെ വരവിന് ഞങ്ങൾ ഒത്തിരി സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്കൊരു പ്രതീക്ഷയില്ല എന്തൊക്കെയാണെന്നുള്ളത്. എനിവേ ക്രിസ്മസിന് മുമ്പേ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പ്രാവശ്യം റൂബിയും സെയിനും ജോയിൻ ചെയ്യുന്നുണ്ട്. 2 ദിവസം ഒരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനുണ്ട്, പാക്കിങ്ങും ഉണ്ട്. അപ്പോൾ അടുത്ത റീലിൽ നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങളായിട്ട് കാണാം. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.